1970 ഏപ്രിൽ 11. ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു മൂവരും ആ യാത്രയ്ക്കൊരുങ്ങിയത്. സഞ്ചാരികൾ കമാൻഡർ ജിം ലോവൽ, ഫ്രെഡ് ഹെയ്സ്, ജാക്ക് സ്വെഗർട്ട് എന്നിവർ. ഇതിൽ ജെയിംസ് ലോവലിന് മാത്രമേ ബഹിരാകാശ യാത്രാ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രനിൽ ആളെ ഇറക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ അപ്പോളോ ദൗത്യത്തിലെ 3ാമത്തെ വാഹനമാണിത്. 7ാമത്തെ ചാന്ദ്ര ദൗത്യവും. അപ്പോളോ 11നും 12നും ചന്ദ്രനിൽ ആളെ ഇറക്കി ലോകത്തെ ഞെട്ടിക്കാനായിരുന്നു ഉദ്ദേശമെങ്കിൽ അപ്പോളോ 13ന് കുറച്ചുകൂടി വിപുലമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 4.5 കോടി വർഷം മുൻപ് ചന്ദ്രനിൽ ഉൽക്കാപതിച്ചുണ്ടായ ഫ്രാമൌര എന്ന മലയെക്കുറിച്ചുള്ള പഠനവും പരിവേഷണവുമായിരുന്നു അതിൽ മുഖ്യം. പരാജയപ്പെട്ട ദൗത്യമാണെങ്കിലും ശാസ്ത്രലോകം ഒന്നടങ്കം പരാജയപ്പെട്ട വിജയമെന്ന് വിശേഷിപ്പിച്ച അപ്പോളോ 13 മിഷനെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വിക്ഷേപണ ഘട്ടങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി റോക്കറ്റ് ഭൂമിക്ക് മുകളിൽ ഏകദേശം 6000 കിലോമീറ്റർ ഉയരത്തിലെത്തിയതോടെ ലൂണാർ മൊഡ്യൂൾ സ്വതന്ത്രമായി കമാൻഡ് മൊഡ്യൂളുമായി ചേർന്നു. അപ്പോളോ 13 എന്നത് ഒരു വാഹനം മാത്രമല്ല. ഇതിൽ കമാൻഡ് മൊഡ്യൂൾ എന്ന പ്രധാന വാഹനവും ലൂണാർ മൊഡ്യൂൾ എന്ന വാഹനവുമുണ്ട്. പിന്നീട് യാത്ര തുടർന്ന വാഹനം ഏകദേശം 20,000 കിലോമീറ്റർ എത്തിയപ്പോൾ റോക്കറ്റിന്റെ അവസാന ഭാഗവും കത്തിത്തീരുകയും അത് പിന്നീട് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഊർജ്ജം നൽകുന്നതാകട്ടെ കമാൻഡ് മൊഡ്യൂളിന് പിന്നിലുള്ള സർവീസ് മൊഡ്യൂളിലുള്ള എഞ്ചിനുകളായിരിക്കും. കമാൻഡ് മൊഡ്യൂളിലാണ് ഇപ്പോൾ മൂവരുമുള്ളത്. ചന്ദ്രന് സമീപം എത്തുമ്പോൾ ഒരാൾ കമാൻഡ് മൊഡ്യൂൾ നിയന്ത്രിക്കുകയും മറ്റു 2 പേർ ലൂണാർ മൊഡ്യൂളിലേക്ക് കയറി ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ അതുവരെയും ഈ 3 പേരും കമാൻഡ് മൊഡ്യൂളിൽ തന്നെയായിരിക്കും. ഏപ്രിൽ 13. 2 ദിവസവും 8 മണിക്കൂറും കഴിഞ്ഞപ്പോൾ വാഹനം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 3 ലക്ഷം കിലോമീറ്റർ അകലെയായി. ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നുവെന്ന് ഏറെക്കുറെ ഉറപ്പായ സമയം. ചരിത്രത്തിൽ ഒരു പൊൻതൂവലാകുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മൂവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു കരിനിഴൽ വീണു. സർവീസ് മൊഡ്യൂളിലെ ഓക്സിജൻ ടാങ്ക് തകർന്നിരിക്കുന്നു. തങ്ങളുടെ സ്വപ്നത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിമിഷങ്ങൾ. മരണത്തെ മുഖാമുഖം നോക്കി അവർ ഇരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണമല്ല, ഒരു വിസ്ഫോടനം തന്നെയാണ് ഉണ്ടാവുക. ഹൂസ്റ്റൺ, വി ഹാവ് ഹാഡ് എ പ്രോബ്ലം എന്ന സന്ദേശം അയച്ചതും ഭൂമിയിലേക്കുള്ള ബന്ധം നിലച്ചതും ഏകദേശം അടുത്തടുത്ത സമയത്തായിരുന്നു. സർവീസ് മൊഡ്യൂളിന്റെ പിന്നിൽ ഉറപ്പിച്ച ടയാമിറ ആന്റിന പ്രവർത്തനരഹിതമായതായിരുന്നു കാരണം. എങ്കിലും ഏതാനും നിമിഷങ്ങൾക്കകം ബന്ധം പുനഃസ്ഥാപിച്ചു. സർവീസ് മൊഡ്യൂൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. കമാൻഡ് മൊഡ്യൂളിലേക്കുള്ള വൈദ്യുതി വിതരണവും നിലച്ചു. ഭൂമിയിലെ മിഷൻ കൺട്രോളിൽ അങ്കലാപ്പ് പടർന്നു. 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് അനന്തശൂന്യതയിൽ 3 മനുഷ്യാത്മാക്കൾ മരണത്തോട് വിലപേശുകയാണ്. ചാന്ദ്രദൗത്യത്തിൽ ഭൂമിയിലേക്ക് തിരികെ എത്തുവാനുള്ള കമാൻഡ് മൊഡ്യൂളിന് ഭാഗ്യത്തിന് മറ്റ് തകരാറുകൾ സംഭവിച്ചിട്ടില്ല. മറ്റെല്ലാം അതാത് ഉപയോഗം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയാണ് പതിവ്. അതവിടെ അതിന്റെ തുടർ പരിവേഷണങ്ങൾ തുടരുകയും ചെയ്യും. ഹൂസ്റ്റണിലെ കൺട്രോൾ സെന്റർ ഒന്നടങ്കം പല നിർദ്ദേശങ്ങളും വാഹനത്തിലുള്ളവർക്ക് നൽകി. പക്ഷേ ഒന്നും വിജയം കണ്ടില്ല. ഏകദേശം 45 മിനിറ്റുകളോളം അവർ യന്ത്രങ്ങൾ നേരെയാക്കുവാൻ ശ്രമങ്ങൾ നടത്തി. അവസാനം ഹൂസ്റ്റണിൽ നിന്നുള്ള ദുഃഖകരമായ ആ നിർദ്ദേശവും അവർക്ക് കിട്ടി. അബോർട്ട് മിഷൻ. മിഷൻ അവസാനിപ്പിക്കുക. തിരികെ ഭൂമിയിലേക്ക് മടങ്ങുക. പദ്ധതി ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് അവർ മടങ്ങുവാൻ തയ്യാറെടുത്തു. സാധാരണയായി അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം സർവീസ് മൊഡ്യൂളും പിന്നീട് ലൂണാർ മൊഡ്യൂളും വേർപെടുത്തും. യാത്രികരുള്ള കമാൻഡ് മൊഡ്യൂൾ മാത്രമേ ഭൂമിയുടെ അന്തരീക്ഷം കടക്കൂ. എന്തെന്നാൽ അതിനു മാത്രമേ അന്തരീക്ഷത്തിലെ ഘർഷണം മൂലമുണ്ടാകുന്ന ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള ഹീറ്റ് ഷീൽഡ് ഉള്ളൂ. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സർവീസ് മൊഡ്യൂൾ വിട്ടുപോയി. അവർക്ക് അതുവരെ ഓക്സിജൻ, ജലം, വൈദ്യുതി എന്നിവ നൽകി പരിപാലിച്ച ലൂണാർ മൊഡ്യൂൾ വിട്ട് കമാൻഡ് മൊഡ്യൂളിലേക്ക് കയറി. ഇനി അതിന് വേർപെടുത്തണം. പക്ഷേ മറ്റൊരു പ്രശ്നം, ലൂണാർ മൊഡ്യൂളിൽ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് അണുശക്തി വമിക്കുന്ന പ്ലൂട്ടോണിയം കൊണ്ടാണ്. ഇത് ഭൂമിയിലെ ഏതെങ്കിലും ഭാഗത്ത് പതിച്ചാൽ അപകടമാണ്. എന്തു ചെയ്യും? അതിനവർ കണ്ട മാർഗമാകട്ടെ ലൂണാർ മൊഡ്യൂളിനെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ ടോഗ ട്രഞ്ച് എന്ന ഭാഗത്തേക്ക് ഇടുക എന്നതാണ്. അങ്ങനെ അനേകം വൈതരണികൾ അതിജീവിച്ച് മൊത്തം 7 ദിവസങ്ങൾ ഭൂമിയിൽ നിന്ന് വിട്ടുനിന്നവർ ഏപ്രിൽ 17-ാം തീയതി രാവിലെ 11 മണിയോടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കെത്തി. എന്നാൽ മിഷൻ കൺട്രോളുമായി 6 മിനിറ്റോളം ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതിനാൽ തന്നെ മിഷൻ കൺട്രോളിലുള്ളവർ അവരുടെ വാഹനം കത്തി അവർ മരിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു.
ജനകോടികളുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ ത്രികോണാകൃതിയിലുള്ള കമാൻഡ് മൊഡ്യൂളിന്റെ അഗ്രഭാഗത്ത് നിന്നും ഒരു ചെറിയ കഷ്ണം അടർന്നു തെറിച്ചു. അതിനു പിന്നാലെ 3 ഭീമൻ പാരച്യൂട്ടുകളും വിടർന്നു. 56 മണിക്കൂർ നീണ്ട ദുരന്ത നാടകത്തിന് ശുഭപര്യവസാനം കുറിച്ചുകൊണ്ട് അന്നേ ദിവസം 1:07 PM ന്യൂസിലൻഡിനടുത്തുള്ള ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ തിരമാലയൊഴിഞ്ഞ ശാന്തമായ പ്രതലത്തിലേക്ക് മൂവരും പറന്നിറങ്ങി. 4 ദിവസങ്ങൾ. ശരിക്കും ആഹാരവും വെള്ളവും കിട്ടാതെ അവരുടെ തൂക്കം പകുതിയായി. ഒരാൾക്ക് വെള്ളം കുടിക്കാത്തതുകൊണ്ട് മൂത്രാശയ രോഗം പിടിപെട്ടു. എന്നാലും അവർ വിജയിച്ചു. ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ 3 പേരും ഇവിടെയുള്ളവരുടെ മനസ്സിൽ എപ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ചന്ദ്രനിൽ തകർന്ന പേടകത്തിലെ മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞുവെന്നതുകൊണ്ട് അപ്പോളോ 13 പരാജയപ്പെട്ട ദൗത്യമാണെങ്കിലും ശാസ്ത്രലോകം പരാജയപ്പെട്ട വിജയമെന്ന് വിശേഷിപ്പിച്ചു. ദുരന്തത്തിൽ നിന്ന് ശാസ്ത്രലോകം ഒരു വലിയ പാഠവും പഠിച്ചു. മനുഷ്യരാശിക്ക് എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാനുതകുന്ന ഒരു വലിയ പാഠം. അരനൂറ്റാണ്ടിന് ശേഷം ചന്ദ്രനിൽ ദീർഘകാല മനുഷ്യ സാന്നിധ്യം ഉറപ്പാക്കുകയെന്ന വലിയ ലക്ഷ്യത്തോടെ നാസ ആർട്ടിമിസ് ദൗത്യം ആസൂത്രണം ചെയ്യുമ്പോൾ പ്രതീക്ഷകളും കുന്നോളമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കൂടിക്കോ.